ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് റവ ഇഡ്ഡലിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഉള്ളി ചട്നിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ റവ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ 1 കപ്പ് റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പാക്കറ്റിലൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എണ്ണയൊന്നും ഒഴിക്കാണ്ട് തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാൻ അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്തതാട്ടോ. അതേ കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അതേ അളവിലെടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഇരുന്നിട്ടൊന്ന് കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഉണ്ടല്ലേ. ഇനി നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് കട്ടിയാവുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇത്രയും മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റവ ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഇനോ ഉണ്ടല്ലോ, ഇനോ നമ്മൾ കുടിക്കുന്നത്, ഗ്യാസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് എന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നെയ്യ്, അധികമൊന്നുമില്ല, 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ എടുക്കാം. നല്ലെണ്ണ കിട്ടുകയാണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് അങ്ങ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടല കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിലക്കടല വേണ്ടെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും വേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതേപോലെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരേ ഒന്ന് ചേർത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും വാടിയാൽ മതി. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് നമ്മളെ ഇഡ്ഡലി ബാറ്ററിലേക്ക് ഒഴിച്ച് അപ്പോൾ ഇനി ഇഡ്ഡലി തട്ട് വെച്ച് നമുക്ക് നമ്മളെ മാവ് ഓരോന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇതുപോലെ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരു 5 6 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു പീസ് പുളി, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഇഡ്ഡലി എന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കണ്ടില്ലേ, ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ചട്നിക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറവിട്ട് എടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില, അതേപോലെ തന്നെ നമ്മൾ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ വറവ്, വേറൊന്നുമില്ല. ഇനി അപ്പോൾ നമ്മളെ റവ ഇഡ്ഡലിയും അതേപോലെ തന്നെ ഉള്ളി ചട്നിയും ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മളെ റവ ഇഡ്ഡലി നോക്കൂ എത്ര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ആ പീനട്ട്സൊക്കെ കടിക്കാനും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് തരാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.